പേര് കപില. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. 2017 എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പം 18 തുടർച്ചയായി വയറുവേദന വന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോയി. ജസ്റ്റ് ഒരു വയറുവേദന കാണിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം അവിടെ പോയി ഡോക്ടർ സ്കാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റയറായിട്ടുള്ള എൻഡോമെട്രിയോസിസ് എന്ന അസുഖമാണ് എനിക്കുള്ളതെന്നും അത് എൻഡോമെട്രിയോസിസ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ചോക്ലേറ്റ് സിസ്റ്റുകൾ ഓവറിയിൽ വരും. അപ്പം 2 ഓവറിയിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റും ലീഷൻസും ഉണ്ടെന്നും പ്രഗ്നൻസി പോസിബിൾ അല്ല എന്നും വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വേറെ ഡോക്ടർ അടുത്ത് പോയപ്പോഴും അവർ സെയിം ഒപ്പീനിയനാണ് പറഞ്ഞത്. അതും ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ സിസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞാലും നിങ്ങൾക്ക് IVF ചെയ്താൽ ഒരു 10% ചാൻസ് പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പോലും ഡോക്ടർ പറഞ്ഞു. ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്നു. ഹിന്ദുമത വിശ്വാസിയായിട്ട് പോലും ഞാൻ എപ്പോഴും ഈശോനെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ വരികയും അമ്മയും അപ്പയും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു. ഈ വെഞ്ചരിച്ച ഉപ്പും തേനും ഇവിടെ കൊടുത്തു വിടുകയും എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു 2 മാസം കഴിഞ്ഞപ്പം പ്രഗ്നൻ്റ് ആയി. നോർമലായി തന്നെ ഒരു മോനുണ്ടായി. മോന് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നു. മോൻ്റെ പേര് സിദ്ധാർത്ഥ്. മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് നടക്കില്ല എന്ന് പറഞ്ഞാലും അത് നടക്കുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്ക് അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. നിങ്ങൾ